ബഹുമാനായ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രിയപ്പെട്ട കെ സജീവ്, ജോയ് ഡേവിഡ്, മംഗലാദേവി, ഈസ് പാണ്ടനാഥ്, അർച്ചന മോദി, കെ എം സാദിഖ്, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുടനീളം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന അംബേദ്കറുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യാൻ സഹോദര്യ രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെയും സാധ്യതകളിൽ ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വെച്ച നിലപാടുകളെ കൂടുതൽ തിളക്കത്തോടെ സംവദിക്കുന്നതിനും കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വേദിയിലും സദസ്സിലും എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഒത്തുകൂടൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ജന്മദിന ദിവസം 135 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് ലഭിച്ച ആ മഹാ മനുഷ്യന്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഈ പ്രബുദ്ധ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച ഒരു പിന്നോക്ക ജാതിക്കാരനായതിൻ്റെ പേരിൽ മാത്രം, തൊലി കറുത്തവനായതിൻ്റെ പേരിൽ മാത്രം തൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ കരിഞ്ഞുപോയ നിതിൻ രാജിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ഒരു നൂറ്റാണ്ടിലധികം പിന്നിടുമ്പോഴും ഈ രാജ്യത്ത് ബാബാ സാഹേബ് അംബേദ്കർ അനുഭവിച്ച അതേ വഴികളിൽ ഈ രാജ്യത്തിലെ പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങൾ സഞ്ചരിക്കുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അക്ഷരം പഠിക്കാൻ പാഠശാലകളിൽ അവകാശം നിഷേധിക്കപ്പെട്ട്, ബെഞ്ചിലിരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട്, ചാക്കിൽ കുത്തിയിരുന്നു പഠിച്ച ആ മഹാമനുഷ്യന്റെ ഓർമ്മകൾ ഇപ്പോഴും അതിൽ നിന്ന് പ്രബുദ്ധ കേരളം പോലും വിമോചിതമായിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് നിതിൻ രാജിന്റെ ജാതിക്കൊല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേതെങ്കിലും വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉന്മൂലനമല്ല. നീ പഠിക്കരുത്, പുഴുത്തുനാറിയ ജീർണ മേധാവിത്വത്തിന്റെ സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനെ എങ്ങനെ അതിജീവിക്കും? ഒരു വഴിയേ ഉള്ളൂ. ബാബാ സാഹേബ് അംബേദ്കർ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും വലിയ ആശയം വിമോചനത്തിന്റെ വഴി ജാതി നിർമൂലനം തന്നെയാണ്. ജാതീയമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാതിക്കൊലയശാലകളായി മാറുന്ന ക്യാമ്പസുകളെയും സാഹോദര്യത്തിന്റെ പുതുവസന്തത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് ഈ ദിനത്തിലും വലിയ ഒരു ചോദ്യമായി നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന കാര്യം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി രോഹിത് വെമുല ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ
എന്ന് പറയാവുന്ന വിധം ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ കിനാവ് കണ്ട് പഠനത്തിന്റെയും വിമോചനത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരൻ ഒടുവിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. നമ്മളതിനെ ധീരമായ രക്തസാക്ഷിത്വം എന്ന് തന്നെയാണ് പറയുക. കാരണം ഈ രാജ്യം അത്രമേൽ ജാതി മേധാവിത്വത്തിന്റെ കൈകളിലാണ്. മഹാരാഷ്ട്രയിലെ പായൽ തഡ്വിയുടെ അനുഭവം നമ്മുടെ ഓർമ്മയിൽ വരും. മുംബൈയിൽ പഠിച്ച ആ സഹോദരി, ആ മുംബൈയിലെ ആ വിദ്യാർത്ഥി മെഡിക്കൽ മേഖലയിൽ സ്വപ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എവിടെയാണ് എത്തിയത്? ഇത് വളരെ ഗൗരവത്തിലുള്ള ചോദ്യമായി നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ സംഘപരിവാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 10-12 വർഷം അതിന്റെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഭരണകൂടം തന്നെ ജാതി വിവേചനത്തിന്റെയും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെയും കേന്ദ്രങ്ങളാക്കി അക്കാദമിക സ്ഥാപനങ്ങളെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് സംഭവിക്കുക ഇതുതന്നെയാണ് എന്ന് നമുക്കറിയാം. 2024 ശേഷം 1160ഓളം ക്യാമ്പസ് അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തിന്റെ ശേഷം വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലുടനീളം ഉണ്ടായി. വെൽഫെയർ പാർട്ടികൾ ഉൾപ്പെടെ ആ പ്രക്ഷോഭങ്ങളിൽ അണിചേർന്നു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതിശക്തമായി രംഗത്ത് വന്നു. നമ്മൾ പറഞ്ഞു, ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ ജാതിക്കൊലകൾ അവസാനിപ്പിക്കാൻ, മതവിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ, വംശീയ മേധാവിത്വത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് ക്യാമ്പസുകളെയും പൊതുസമൂഹത്തെയും രക്ഷിക്കാൻ നിയമനിർമ്മാണങ്ങൾ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. രോഹിത് വെമുല ആക്ട് ചർച്ചയായി. UGC ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു. ജാതി വിവേചനവും ലിംഗവിവേചനവും അതുപോലെയുള്ള വിവേചനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായി. പക്ഷെ അതുപോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇത് ഈ രാജ്യത്തെ അനുഭവമായി മാറുകയാണ്. വിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥിയുടെ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. PhDക്ക് വേണ്ടി സംസ്കൃതം വിഷയത്തിൽ, ഭാഷയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിനക്കെന്ത് അർഹത എന്നതാണ് ചോദ്യം. ഡിഗ്രിയും PGയും MPhilഉം ഒക്കെ ചെയ്താലും ഒരു പുറന്തള്ളപ്പെട്ട ജനവിഭാഗത്തിലെ ഒരു പ്രതിനിധിക്ക് അക്ഷരങ്ങളുടെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ഫാത്തിമ ലത്തീഫ് നമ്മുടെ ഓർമ്മയിലുണ്ട്. കൊല്ലത്തെ ഒരു അതീവ ഗൗരവത്തോടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കണ്ട വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ആരാധന പിന്നിൽ മദ്രാസ് IITയിൽ വെച്ച് ഞാൻ അതിന് 2-3 പ്രാവശ്യം സന്ദർശിച്ചിരുന്നു. അവർ പറഞ്ഞു, ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വംശീയതയെ മുസ്ലിം വംശീയാക്ഷേപത്തിന്റെയും ഇരയാണ്. ഇത് രാജ്യത്ത് സംഭവിക്കുകയാണ്. നജീബ് അഹമ്മദ് ഓർമ്മയായി ചോദ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജാതീയ മേൽക്കോയ്മയിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്.
നിരന്തരമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലൂടെ ഈ നാടിന് പകർന്നു തന്ന സമഭാവനയുടെ മൂല്യങ്ങളെ, സാഹോദര്യത്തിന്റെ മൂല്യങ്ങളെ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന മൗലികമായ ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായ ധീരാത്മാക്കളായ വ്യക്തിത്വങ്ങൾ, നവോത്ഥാനനായകന്മാർ മുന്നോട്ട് വെച്ച ദർശനങ്ങളെ, കാഴ്ചപ്പാടുകളെ ഏറ്റെടുക്കേണ്ട നാട്. ചിലരൊക്കെ പറയും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയൊക്കെ കൂടിയായാണ് ഈ വിമോചനം ഉണ്ടാക്കിയത്. അവിടങ്ങളിൽ നിന്ന് തന്നെയാണ്, കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഈ വിവേചനത്തിന്റെ അറുകുമ്പലശാലകളായി ഈ ക്യാമ്പസുകൾ മാറിയതിന്റെ ഒടുവിലത്തെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമുക്ക് മുൻ മന്ത്രി, ഇപ്പോൾ MP ആയ ബഹുമാന്യനായ രാധാകൃഷ്ണൻ അവരുടെ ഓർമ്മയും അദ്ദേഹം പറഞ്ഞു, ദേവസ്വം മന്ത്രിയായിട്ടും വിളക്ക് എന്റെ കയ്യിൽ തരാൻ തയ്യാറാകാത്ത ഒരു സംവിധാനം. ഒരുപക്ഷെ അത് പറഞ്ഞതിന് ശേഷമായിരിക്കും MP സ്ഥാനം എന്ന പട്ടം നൽകി മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഡൽഹിയിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചത് എന്നുകൂടി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം സംഘപരിവാറിന്റെ ആധിപത്യ കാലത്ത് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് ആ വഴിയിൽ തന്നെയാണ് കേരളവും സഞ്ചരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ അതിശക്തമായി ഏറ്റെടുക്കാൻ കഴിയേണ്ട കാലമാണിത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബാബാ സാഹേബ് അംബേദ്കർ ഈ നാടിന് പകർന്നു തന്ന മൂല്യങ്ങൾ ഒരാചാരമായി സംവദിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതങ്ങളിലേക്കും രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനങ്ങളിലേക്കും കടന്നു വരുന്ന ഒരു ഘട്ടത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടത്. സാമൂഹിക വിപ്ലവവും വിമോചനവും സാധ്യമാകണമെങ്കിൽ ജാതിമേൽക്കോയ്മകൾ അവസാനിപ്പിക്കാൻ കഴിയും വിധം ഒരു സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഭരണഘടനയുടെ കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മഹാശില്പിയായി ബാബാ സാഹബ് മാറുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രത്തിന്റെ ഹൃദയങ്ങളിലൂടെ ഇടപെട്ട് നടത്തിയ അതിശക്തമായ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും വിവേചനങ്ങൾക്കെതിരായ നിരന്തര പോരാട്ടത്തിന്റെയും ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാജ്യം എവിടെയാണുള്ളത്? സാമ്പത്തിക ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും സാംസ്കാരിക ജനാധിപത്യവും പുലരുമ്പോൾ മാത്രമേ ഭരണകൂടം ജനാധിപത്യവൽക്കരിക്കപ്പെടുകയുള്ളൂ എന്ന മൗലിക പ്രധാനമായ കാഴ്ചപ്പാടാണ് ഈ മഹാശില്പികൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് കേവലമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതിനപ്പുറം നാടിന്റെ പരിവർത്തനത്തിന് വഴിയൊരുക്കാൻ കഴിയുന്ന ഒരു മുന്നേറ്റമാക്കി മാറ്റിയെടുക്കാൻ ബോധപൂർവം പലരും ശ്രമിച്ചിട്ടില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ അനന്തരഫലമായിട്ട് 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി വലിയ വികസനത്തിന്റെ പുരോഗതിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു എന്ന് അഭിമാനം കൊള്ളുമ്പോഴും ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വിഭവങ്ങളുടെ മുഴുവൻ ഭാഗവും ആരുടെ കയ്യിലാണ്? 1% കയ്യിലാണ്. അത്രയും ഇന്ത്യ രാജ്യത്തിലെ 40 മുതൽ 45% വരെയുള്ള ആസ്തിയും വിഭവങ്ങളും അധികാരങ്ങളുമെല്ലാം അധികാരം അതിനേക്കാൾ കൂടുതലാണ്. നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലാണ്.
ഏറ്റവും താഴെക്കിടയിലുള്ള സാധാരണക്കാരായ മനുഷ്യർ 50% വരുന്ന പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾ, അവരുടെ കയ്യിൽ വിഭവങ്ങളില്ല. അവിടെയാണ് നമ്മൾ സാമ്പത്തിക ജനാധിപത്യത്തിന്റെ അനിവാര്യതയെ കുറിച്ച് സംസാരിക്കുന്നത്. വിഭവാധികാരം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന, ഓപ്പർച്യൂണിറ്റി ഉൾപ്പെടെ തുല്യമായി പങ്കുവെക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ വിമോചനം രാഷ്ട്രീയമായ സമഭാവന സംജാതമാകുകയുള്ളൂ. ഇതിനുള്ള ഒരുപാട് വഴികൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു. സംവരണ തത്വം ഉൾപ്പെടെയുള്ളത് അതിന്റെ അനിവാര്യമായ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ രാജ്യത്ത് സംവരണ തത്വം ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. EWS കടന്നു വരുന്നു. എല്ലാവരും പറയാ സാമ്പത്തിക സംവരണം നോക്കിയാണ്. വെൽഫെയർ പാർട്ടി അതിനെ തിരുത്തി പറയുന്നത് ഇത് സാമ്പത്തിക സംവരണമല്ല, സവർണ സംവരണമാണ്. ഈ രാജ്യത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സംവരണാവകാശത്തിന്റെ അടിവേരൊക്കാനുള്ള വരേണ്യ തമ്പുരാക്കന്മാരുടെ ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് EWS സാമ്പത്തിക സംവരണം. വർഗ സിദ്ധാന്തവും മെത്തഡോളജിയും പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന CPM ഉൾപ്പെടെ സവർണ മേധാവിത്വത്തിന്റെ ആശയങ്ങളെ പേറുന്ന സംഘപരിവാർ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടികളായിരുന്നാലും ഈ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ വിശാലമായ ഐക്യനിര രൂപപ്പെട്ടു വരിക എന്നതാണ് സംഭവിക്കേണ്ടത്. എപ്പോഴൊക്കെ സംവരണം ചർച്ചയായിട്ടുണ്ടോ അപ്പോഴേക്ക് അതിനെ വേരോടെ പിഴുതെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ ചർച്ചയായപ്പോഴാണല്ലോ ബാബരി മസ്ജിദ് ഇഷ്യൂ ഉയർന്നു വരുന്നത്, പശുക്കൊലകൾ ഉണ്ടായി വരുന്നത്. ഏതൊക്കെ ഘട്ടത്തിൽ ഇവിടുത്തെ പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിന്റെയും വിമോചനത്തിന്റെയും വഴികളിലേക്ക് കടന്നു വരുവാനുള്ള നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെയും ഇത്തരം സ്റ്റെപ്പുകൾ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭരണഘടനാപരമായി തന്നെ ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ത്യയിലെ പിന്നോക്ക ആദിവാസി ജനവിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ സംവരണമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് MP-മാർ MLA-മാർ ഉണ്ടാകുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ 16 പേരുണ്ടാകുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അധികാരത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ദൂരതീരങ്ങളിൽ അട്ടിയകറ്റപ്പെടുന്നവരായി വരുമാറും. അതിനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സംവരണത്തെ ചോദ്യം ചെയ്ത് അവസാനം ഉണ്ടാകാൻ പോകുന്നത് രാഷ്ട്രീയാധികാര പങ്കാളിത്തത്തിന് വേണ്ടി നിർണയിച്ചിരിക്കുന്ന ഈ സംവരണത്തെ വരെ ഇല്ലാതാക്കാനുള്ള നീക്കമുണ്ട്. തീർച്ചയായും ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. സംവരണീയ സമുദായങ്ങൾ സംവരണീയ മണ്ഡലങ്ങളിലൂടെ അധികാരത്തിലെത്തിയാൽ വിപ്പ് ബാധകമല്ലാതെ സംവരണീയരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ശക്തമായ പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിയണം. നമുക്കറിയാം, EWS ചർച്ചയാവുമ്പോൾ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് വന്നവർക്ക് പോലും പാർട്ടികളുടെ വിപ്പിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു പുതിയ കൾച്ചറായി മാറണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്റെ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ആണോവിധ വ്യത്യാസമില്ലാതെ ഞാൻ മുന്നോട്ട് പോകും. ഈ വിളക്കുകാരി എന്നെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾ ശ്രമിച്ചാലും എന്ന് പറഞ്ഞ ബാബാ സാഹേബ് അംബേദ്കറിന്റെ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ പോരാട്ടങ്ങളെ ഏറ്റെടുക്കാൻ സംവരണീയ സമുദായങ്ങളുടെ പ്രതിനിധികളായി വരുന്ന ജനപ്രതിനിധികൾക്ക് വരെ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്നത് വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ്. ഒരു ആലങ്കാരിക ഓർമ്മൽ പദവികളായി മാത്രം ഇത് ചുരുങ്ങുന്നതിനെ മറികടക്കാൻ കഴിയുന്ന പുതിയ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് തന്നെ നിയന്ത്രണം തന്നെ ഈ മേധാവിത്വ ശക്തികളുടെ കയ്യിലാണ്. ഇന്ത്യ വിശാലമായ
ഐക്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സംഘപരിവാറിനെതിരായ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ മുൻനിരയിലേക്ക് ഉയർന്നു വരേണ്ട ഒരു ഘട്ടം. പക്ഷേ ആ പോരാട്ടത്തിൽ, ആ ജനകീയ മുന്നേറ്റത്തിൽ അതിന്റെ കള്ളികളിൽ നിന്ന് പുറത്തായി വന്ന പ്രതിപക്ഷ എംപിമാരുമായി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മേധാവിത്വ ശക്തികളുടെ കയ്യിലാണ് ഏത് മുന്നണിയുടെയും നിയന്ത്രണം. അതുകൊണ്ടാണ് ചന്ദ്രശേഖർ ആസാദ് പുറത്തുനിന്ന് പിന്തുണക്കുന്നവരായി മാറുന്നത്. ബാരാമുള്ളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട UAPAയുടെ ഇരയായി ജയിലിൽ കിടക്കേണ്ടി വന്ന എഞ്ചിനീയർ റാഷിദ് അങ്ങനെ ഒരു MP ആയി മാറുന്നു. ഞാൻ പറയുന്നത്, വിശാല ഐക്യം രാഷ്ട്രീയ മേഖലയിൽ രൂപപ്പെടുമ്പോൾ പോലും ഉൾക്കരുത്തുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിമോചന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്നവർ പുറന്തള്ളപ്പെടുന്നു എന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഈ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സണ്ണിയും കപ്പിക്കാട് സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച്. വൈക്കം മണ്ഡലത്തിൽ അമ്പുരാക്ഷൻ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ചൊക്കെ എന്താ സംഭവിച്ചത്? അഥവാ വിശാലമായ ഒരു സാമുദായിക മുന്നേറ്റത്തിന്റെ വഴിയായി ഈ കേരളത്തിന്റെ മുന്നേറ്റങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ടവരെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം മുന്നണികൾ ചുരുങ്ങുകയാണ്, രാഷ്ട്രീയ പാർട്ടികൾ ചുരുങ്ങുകയാണ്. എല്ലാ മുന്നണികളും വാസവാദത്തിലാണ്. CK ജാനുവിനെ അസോസിയേറ്റ് കക്ഷിയായി എടുക്കുമ്പോൾ പോലും അധികാര പങ്കാളിത്തത്തിന്റെ വഴിയിലേക്ക്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയാതായി പോകുന്നത് പ്രിവിലേജ് കമ്മ്യൂണിറ്റികളുടെ കയ്യിൽ മാത്രമാണ് നിയന്ത്രണാധികാരം എന്നതുകൊണ്ടാണ്. തീർച്ചയായും ഇതിനെ മറികടക്കാൻ കഴിയുന്ന വിശാലമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടായി വരേണ്ടത് അനിവാര്യമാണ്. ഇതേ പ്രതിസന്ധിയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ ചാപ്പകുത്തി പുറത്തു നിർത്തുക എന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ വരേണ്യ മേധാവിത്വ ബോധം, സംഘപരിവാർ സൃഷ്ടിക്കുന്ന വംശീയ ബോധം ഏറ്റെടുക്കുകയാണ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു വിശാല രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയേണ്ടത് അനിവാര്യമാണ്. ഐക്യപ്പെടേണ്ടവർ ഐക്യപ്പെടുമ്പോൾ മാത്രമേ ആ വിശാല രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരികയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഐക്യശ്രമങ്ങളെ പോലും തുരങ്കം വെക്കാൻ കഴിയുന്ന മേധാവിത്വ ശക്തികളുടെ പൊതുബോധ നിർമ്മിതിയിലാണ് പ്രബുദ്ധ കേരളം ഉൾപ്പെടെയുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ മറികടക്കുക എന്നതാണ് സാധ്യമാകേണ്ട കാര്യം. നവജനാധിപത്യത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു പൊതുരാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്, ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയമാണ് ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. പ്രാതിനിധ്യം എന്ന് പറയുന്നത് വലിയ ശക്തമായ ഒരാശയമായി അദ്ദേഹം ഈ ലോകത്തോട് സംവദിച്ചു. റെപ്രസെന്റേഷൻ should be balanced. പ്രാതിനിധ്യം എല്ലാവർക്കും ലഭിക്കുന്ന, സന്തുലിതമായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുക. പാർട്ടി മാറ്റം മാത്രമല്ല, പാർട്ടി പ്രാതിനിധ്യം മാത്രമല്ല വേണ്ടത്, സമുദായങ്ങളുടെ, ജാതികളുടെ, ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് സംസാരിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇങ്ങനെയുള്ള വിവിധ വീക്ഷണങ്ങളെ മുമ്പിൽ വെച്ച് മുന്നോട്ട് പോയ മഹാശില്പികളുണ്ട്. പഴയ പ്രജാസഭാ ഓർമ്മകളിൽ വരെ മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർ ആ പ്രാതിനിധ്യാവകാശത്തിന്റെ പേരിൽ തന്നെ ചേർത്ത് വെക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭരണകൂട മേഖലകളിലുമൊക്കെ ഈ റെപ്രസെന്റേഷൻ കൃത്യമായി പാലിക്കപ്പെടുന്ന രൂപത്തിലുള്ള പുതിയ പരിഷ്കരണങ്ങൾ ഉണ്ടായി വരേണ്ടതായി. ജാതി സെൻസസ് എന്ന ആശയത്തെ അതിശക്തമായി മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണം അതാണ്.
കേരളം അതിൻ്റെയൊക്കെ കണ്ടു തുറന്നിട്ടില്ല. നമ്മൾ പ്രഭുത്വം എന്ന് പറയുമെങ്കിലും കേരളം അങ്ങനെയാണ്. രോഹിത് വെമുല ആക്ടിനെ കുറിച്ചുള്ള ചർച്ച പല സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്നു. കർണാടകയിൽ നടന്നു, തെലങ്കാനയിൽ കുറെ അധികം മുന്നോട്ട് പോയി. കേരളത്തിൽ അത് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. സഖാവ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇന്നലെ. ഈ നിതിൻ രാജിന്റെ കൊലപാതകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകളിൽ കേരളം അതിനെ ചർച്ച ചെയ്തില്ല. ആരാ ചർച്ച ചെയ്തു? 10 കൊല്ലം ഭരിച്ചവർക്ക് ഇതിനെ കുറിച്ച് ഓർമ്മയില്ല. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും FB പോസ്റ്റ് ഇടുമ്പോൾ ഒരു FB പോസ്റ്റ് തോമസ് ഐസക്കിന്റെ വകയിൽ എന്ന് പറഞ്ഞാൽ ആശയപരമായി കാഴ്ചപ്പാടുകളിലും ഈ നാടിന്റെ വിമോചനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ സൂചിപ്പിക്കുന്നത് പുതിയ കാലം പുതിയ കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന കാലമായിരിക്കണം. കേരളത്തിനെ പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോഴും അതിനേക്കാൾ അപ്പുറമാണ് മറ്റു പല സംസ്ഥാനങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിൽ, കർണാടകയിൽ, തെലുങ്കാനയിൽ ഉണ്ടാകുന്നത് പോലും കേരളീയ പരിസരങ്ങളിൽ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ തിമിരത്തെ മുറിച്ചു കടക്കാൻ കഴിയാത്ത വിധമുള്ള പ്രതിസന്ധികളാണ് കേരളത്തിലുള്ളത്. അഥവാ മുന്നണി രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന സവർണ മേധാവിത്വത്തെ മുറിച്ചു കടക്കാൻ കേരളത്തിലെ ഒരു മുന്നണിക്കും കഴിയുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് പല ഘട്ടങ്ങളിൽ ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി വലിയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ നിരവധി പാർട്ടി നേതാക്കളെ കാണാൻ ഞാൻ നേരിൽ പോയി. അവരൊക്കെ പറയാം സംഗതി ശരിയാണ്, പക്ഷേ ഇത് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ അവിടങ്ങളിൽ പറയുന്നുണ്ടല്ലോ ചോദിക്കുമ്പോൾ കേരളം എന്ന് പറയാൻ കഴിയില്ല. കാരണം കേരളത്തെ രാഷ്ട്രീയമായി പോലും നിയന്ത്രിക്കുന്നത് പെരുന്നയിലെ തമ്പുരാക്കന്മാരാണ് എന്ന് വരുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ വിശാലമായ രാഷ്ട്രീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ബാബാ സാഹേബ് അംബേദ്കറെ വായിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. ഇതിനെ മുറിച്ചു കടക്കാൻ, ഈ മേധാവിത്വ ശക്തികളുടെ ശ്രമങ്ങളെ മുറിച്ചു കടക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കണം. ബാബാ സാഹേബ് അംബേദ്കർ ഈ കാഴ്ചപ്പാട് നിരന്തരം സംവദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കപ്പെടുന്നു. പാർട്ടി മാറി മാറി ഭരിക്കുകയല്ല വേണ്ടത്. ജാതി ജനവിഭാഗങ്ങൾ മാറി മാറി വരുന്ന റൊട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാൻ സൈമൺ കമ്മീഷന്റെ മുമ്പിൽ 1928 അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിതാണ്. ഐക്യജാതിക്കാരായ ജനവിഭാഗങ്ങളെ ഹിന്ദുമത സമുദായത്തിന്റെ കാറ്റഗറിയിൽ പെടുത്തേണ്ടതില്ല, അതിനപ്പുറമുള്ള ഒരു ജനവിഭാഗമായി ഞങ്ങളെ പരിഗണിച്ചുകൊണ്ട് അധികാരത്തിന്റെയും സംവരണത്തിന്റെയും ഒക്കെ അവകാശങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ RSS ഉണ്ടാകുന്നത് തന്നെ ഈ ജാതി മേധാവിത്വ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അബ്രാഹ്മണ സമ്മേളനം വിളിച്ച് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ അംബേദ്കർ ഉൾപ്പെടെ രാഷ്ട്രശില്പികൾ തയ്യാറായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അങ്ങനെ ഒരു അബ്രാഹ്മണ സമ്മേളനത്തിലൂടെ പ്രതിരോധം തീർക്കുമെന്ന ഭയത്താലാണ് ചില RSSന്റെ തമ്പുരാക്കന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളിൽ ജാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വളരെ ബോധപൂർവം സംഘടിതമായി വളർന്നു വരുന്ന ചെറുത്തുനിൽപ്പുകളെ പിഴുതെടുക്കാനുള്ള ശ്രമമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും രാഷ്ട്രീയമായ ശക്തി തന്നെയാണ് വളർന്നു വരുന്നത്. ബാബാ സാഹേബ് അംബേദ്കർ സമഭാവനയ്ക്ക് വേണ്ടി നിലകൊണ്ടു, സാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ടു. ഒരുപക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ അക്ഷരങ്ങൾ ഉണ്ടായി വരുന്നത് ആശയങ്ങളുടെ ഈ വലിയ ഒരു ലോകം ഇന്ത്യൻ ഭരണഘടനയിലൂടെ നമുക്ക് പ്രാപ്യമാകുന്നത് പോലും ബാബാ സാഹേബ് അംബേദ്കറിന്റെ നിസ്തുലമായ സേവനങ്ങളാണ്.
എത്രയെത്ര മൗനങ്ങൾ, എത്രയെത്ര സമരങ്ങൾ ഭരണഘടനാ അസംബ്ലിയുടെ ആ കാര്യങ്ങൾ വായനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഒരു ഇഞ്ചിന് ഇടാതെ പൊരുതിരുന്ന ഒരു മഹാമനുഷ്യന് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സംഘപരിവാർ കാലത്ത് നമ്മൾ പറയുന്ന ആ ഭരണഘടനയുടെ അവകാശം പോലും ഉണ്ടാകുമായിരുന്നില്ല. ഇത്രമേൽ നിരന്തരം കണ്ണിയൊഴിച്ച് കാത്തു സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ മനോഹരമായ സമ്മാനമാണ് ഭരണഘടന എന്ന് നമ്മൾ ഓർമ്മിക്കണം. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംഘപരിവാർ ശക്തികൾ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറെ പ്രസക്തമായ സ്വഭാവത്തിൽ ഈ അംബേദ്കർ ആശയങ്ങൾ ഈ നാടിനോട് പറയുന്നത്. അംബേദ്കറുടെ പേര് തന്നെ ഭയമാണ്. അംബേദ്കർ നിങ്ങൾ പറയണ്ട. അത് പറയുന്നതിന് പകരം ഏതോ ദൈവസ്മൃതിയെ കുറിച്ച് സംസാരിക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുന്നത് അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആശയങ്ങളെ, കാഴ്ചപ്പാടുകളെ ഏറ്റുവാങ്ങി പുതിയ ലോകത്ത്, പുതിയ ഇന്ത്യയിൽ നവോത്ഥാനത്തിന്റെ വിപ്ലവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരു ജനത ശക്തിപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് ഈ കാലത്തെ ഏറ്റവും വലിയ പ്രസക്തി. അംബേദ്കർ തൊഴിലാളി വർഗത്തെ ഏറ്റവും ശക്തമായി പോരാട്ട വീര്യത്തോടെ അണിനിരത്തിയ വലിയ നേതാവായി. അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങളിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, പലരും അതിനെ പറയാൻ പഠിക്കപ്പെടും. ഇന്ത്യയിലെ കേരളത്തിലെ തൊഴിലവകാശ പോരാട്ടങ്ങളെയും സാമൂഹ്യ നവോത്ഥാനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പള്ളിക്കൂടങ്ങളുടെ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ പാഠശാലകളിൽ പാഠങ്ങളിൽ പണിയെടുക്കാൻ ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞ അത്യുജ്വലമായ ഐതിഹാസികമായ പോരാട്ടമായിരുന്നു അയ്യങ്കാളികളുടെ സമരം എന്ന് നമുക്കറിയാം. കൈപിടിച്ചു കൊണ്ടുപോയ ആ പാഠശാലകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ പഞ്ചമിയുടെ പിന്മുറക്കാരാണ് ഇന്ന് ഇന്ത്യൻ ക്യാമ്പസുകളിൽ, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ജാതിക്കൊലയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു, എന്തൊരു പ്രതീകാത്മകമായ പോരാട്ടമാണ് അയ്യങ്കാളി നടത്തുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പഞ്ചമിയുടെ കൈ തന്നെ പിടിച്ചത് എന്തിനാണ്? അത് ദളിത് പോരാട്ട, ദളിത് വിദ്യാർത്ഥി എന്നതിനേക്കാൾ പെൺകുട്ടിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പോരാട്ടത്തെ ശക്തമായി ആവിഷ്കരിക്കുകയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ആ പഞ്ചമികളെ, അതിന്റെ പിന്മുറക്കാരെ ക്യാമ്പസുകളിൽ പഠിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നിതിൻ രാജിനെ കൊലപ്പെടുത്തിയ സ്ഥാപനങ്ങൾ നമ്മളോട് പറയുന്നത്. അതിജീവനത്തിന്റെ ശക്തി ആർജിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യരായ നിരവധി സുഹൃത്തുക്കൾ ഈ വേദിയിലുണ്ട്. അവരെല്ലാം വളരെ ഗൗരവത്തിൽ നിരന്തരമായി ഈ തരം ചർച്ചകളിലൊക്കെ പങ്കാളികളാകുന്നവരാണ്. മൃദുലാദേവി ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രഭാഷകർ ഈ വേദിയെ ധന്യമാക്കി നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായും ഇതൊരാശയത്തെ, ഒരു കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ സമരപോരാട്ടങ്ങൾ ഊർജ്ജമായി കരുത്തായി ഈ ആശയങ്ങളിലൂടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാനും വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ത്യ രാജ്യം പരിവർത്തിതമാകുന്നത് ഇത്തരം ആശയ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ്. അക്ഷരങ്ങളിൽ നിന്ന് ശക്തി ആർജിച്ച് ഒരു പുതിയ പോരാട്ട വഴികളെ സൃഷ്ടിച്ചെടുക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് വെൽഫെയർ പാർട്ടി ഇന്ത്യ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ബാബാ സാഹേബ് അംബേദ്കറുടെ ആശയങ്ങളെ അത്രമേൽ ഉൾക്കൊള്ളുകയും അതിന്റെ കരുത്തുറ്റ പോരാട്ടങ്ങളായി നിരന്തരം നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വെളിച്ചം പുതിയ വഴികളിലൂടെ ഈ രാജ്യത്തെ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുമെന്ന് നമുക്ക് സംശയമില്ല. തീർച്ചയായും നവോത്ഥാനത്തിന്റെ പുതിയ ലോകം നിർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. രാഷ്ട്രീയാധികാരത്തിലൂടെയും രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും തന്നെയാണ് അത് സാധ്യമാകേണ്ടത്. നവോത്ഥാനാശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ച പലരെയും ചില്ലിന്റെ കൂട്ടിലിട്ട് ചില്ലിട്ട് പൂജിക്കുന്ന കാലമാണ്.
അത് ബഹുമാനിച്ച് എവിടെയോ വെക്കാനുള്ള ശ്രമമാണ്. നമ്മൾ പറയുന്നത് ചില്ലിട്ട് പൂജിക്കുവാനല്ല, തെരുവിൽ സമരമായി, പോരാട്ടമായി, വിപ്ലവവീര്യമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങി ആ മുന്നേറ്റങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയുന്ന വിധം ഈ ആശയങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. അത്തരമൊരു ചൂടുവെപ്പിന് സ്വാഭാവികമായും സാധ്യതയൊരുക്കും വിധമുള്ള പദ്ധതിയാണ്, പ്രോഗ്രാമാണ് കേരളത്തിൽ ഉടനീളം ഇന്നേ ദിവസം വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു പുതിയ കാലം പിറവിയെടുക്കുക തന്നെ ചെയ്യും. നമുക്കതിൽ സംശയമില്ല. അസമത്വം അവസാനിക്കുന്ന, വിവേചനം അവസാനിക്കുന്ന, ജാതി കോളനികളും ജാതി കൊലയാളശാലകളും ഇല്ലാതാവുന്ന ഒരു പുതിയ ലോകം പിറക്കുക തന്നെ ചെയ്യും. സംഘപരിവാറിന്റെ അധികാരം അവസാനിക്കുകയും സാമൂഹ്യ നീതിയുടെ പുതിയ ലോകം പിറവിയെടുക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഈ പോരാട്ടത്തിൽ അണിചേരാൻ എല്ലാവരും സജ്ജമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു.